ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് മിഡിൽ ഈസ്റ്റ് അപ്ഡേറ്റ്, അതിനോടൊപ്പം ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2-3 വാർത്തകളും കൂടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇസ്രായേൽ തകൃതിയായിട്ടുള്ള ആക്രമണങ്ങൾ വളഞ്ഞിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്പർ 1 ഇന്ന് ലെബനാന്റെ ഉള്ളിലാണ് ഏറ്റവും കൂടുതൽ ആക്രമണം. 140 സ്പോട്ടുകൾ ലെബനാന്റെ ഉള്ളിൽ, സദൻ ലെബനാൻ ഭാഗത്താണ് ആക്രമണം നടത്തിയത്. അത് 6 റോക്കറ്റുകൾ ലെബനാന്റെ ഉള്ളിൽ നിന്നും 6 റോക്കറ്റുകൾ ഇസ്രായേലിന്റെ ഉള്ളിൽ മെറ്റുല ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. അതിനെ ഇസ്രായേൽ ഇന്റർസെപ്റ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്തായാലും അതിന് പ്രതിരോധം അല്ലെങ്കിൽ അതിന് പ്രതിഷേധം എന്നുള്ള നിലയിൽ 140 സ്പോട്ടുകൾ. ഈ 140 സ്പോട്ടുകളും വളരെ വൃത്തിയായിട്ട് ഹെസ്ബുള്ളയുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളും അതോടൊപ്പം ഈ ഹിസ്ബുള്ളയുമായിട്ട് ബന്ധപ്പെട്ട ലീഡർഷിപ്പിലുള്ള ആൾക്കാർ താമസിച്ചിരിക്കുന്ന വീടുകൾ, റെസിഡൻഷ്യൽ ഏരിയാസ് ആണ് ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്തത്. ഇതിനകത്ത് മരണനിരക്കുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും പുറത്തു വന്നിട്ടില്ല. ആകെ 2-3 പേര് ഇഞ്ചൂർഡ് എന്നൊക്കെയുള്ള വാർത്തയാണ് വരുന്നത്. പക്ഷെ 140 സ്പോട്ട് എയർ സ്ട്രൈക്ക് ആണ് നടത്തിയത്. ലെബനാനുമായിട്ട് സീസ് ഫയർ നടന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു 140 അറ്റാക്ക് മാസീവായിട്ട് ഇസ്രായേൽ ലെബനാന്റെ ഉള്ളിൽ നടത്തുന്നത്. അതിലുപരിയായിട്ട് ഇസ്രായേൽ സിറിയയ്ക്കുള്ളിൽ ഡമാസ്കസിൽ തന്നെ, സെൻട്രൽ ഡമാസ്കസിൽ 2 എയർബേസ് തകൃതിയായിട്ട് അടിച്ചു പിറക്കി തൂത്തുവാരി കളഞ്ഞിരിക്കുകയാണ്. 2 എയർ സ്ട്രൈക്ക് ആണ് ചെയ്തത്. ഇതിന് HTS നല്ല രീതിയിലുള്ള ദേഷ്യമുണ്ട്. HTSന് ദേഷ്യമുണ്ടെങ്കിലും ഇസ്രായേലിന് ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. ഇസ്രായേൽ വളരെ നീറ്റായിട്ട് തന്നെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും അറ്റാക്ക് ചെയ്യും. ഇനി എവിടെയെങ്കിലൊക്കെ ത്രെട്ട് കണ്ടാൽ സിറിയയ്ക്കുള്ളിൽ അറ്റാക്ക് ചെയ്യും എന്ന് തന്നെയാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. അതല്ല, HTS എന്നല്ല, തുർക്കിക്ക് പോലും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. തുർക്കി ഇപ്പൊ ആടി ഒലഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ്. കസാര ഇപ്പൊ പോവോ ഇല്ലെങ്കിൽ ഇച്ചിരി കഴിഞ്ഞു പോവോ എന്നുള്ള അവസ്ഥയിലാണ് തായിബ് എർദോഗനെ കുറിച്ചുള്ള വീഡിയോസ് നമ്മൾ 2 വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. തുർക്കിയുടെ റീസെന്റ് ഇൻസിഡൻസ് എന്താണെന്നുള്ളത് കമന്റ് ഒന്നും ഞാൻ പിൻ ചെയ്യുന്നില്ല, കാര്യം വളരെ റീസെന്റ് ആയിട്ടുള്ള വീഡിയോസ് ആണ് ഇത്. നെക്സ്റ്റ് വീഡിയോസിൽ തന്നെ നിങ്ങൾക്ക് അത് കാണാൻ കഴിയുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ആ വീഡിയോസിന്റെ ലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പൊ ആ രീതിയിലാണ് അവിടെ തായിബ് എർദോഗൻ ഇന്നൊരു സ്പീച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സ്പീച്ചിൽ നമുക്കെല്ലാവർക്കും യൂണിറ്റി വേണം, നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കണം എന്നുള്ള നിലയിലാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ കോടതിയിൽ നിന്നും ഈ പിടിച്ചുകൊണ്ടുപോയ വ്യക്തിയില്ലേ, ഇമാമോഗ്ലു എന്ന് പറഞ്ഞ ഈ ഒരു ഇസ്താൻബുളിന്റെ നിലവിലെ മേയർ ആയിട്ടുള്ള വ്യക്തിയുടെ പേരിൽ ഒരു രീതിയിലുള്ള ആരോപണങ്ങളും ഇല്ല എന്നാണ് കോടതി വിലയിരുത്തിയിരിക്കുന്നത്. 2-3 വിവിധ തരത്തിലുള്ള കേസുകളാണ് ഇയാളുടെ പേരിൽ കെട്ടിച്ചമച്ചത്. അപ്പൊ അതിൽ തീവ്രവാദ ബന്ധമുണ്ടെന്നുള്ളതാണ് ഒരു ആരോപണം. ഈ കുർദിസ്ഥാൻ തീവ്രവാദികളുമായിട്ട് ബന്ധമുണ്ടെന്നാണ് ഒരു ആരോപണം. അപ്പൊ ആ ആരോപണവുമായിട്ട് യാതൊരു രീതിയിലെ ബന്ധവും ഇല്ല എന്നുള്ളതാണ് കോടതി വിലയിരുത്തൽ. ഇനി ഇതിന്റെ പേരിൽ വേറെ കറപ്ഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട കേസുകളൊക്കെ അയാളുടെ പേരിലുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട വിചാരണയൊക്കെ ഇനി അടുത്ത് വരുന്ന ദിവസങ്ങൾ നടക്കുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ട് സ്റ്റിൽ അയാളെ റിലീസ് ചെയ്തിട്ടില്ല, ഇപ്പോഴും കസ്റ്റഡിയിൽ തന്നെയാണ്. അപ്പൊ എന്തായാലും തായിബ് എർദോഗന് ഇത് നല്ല രീതിയിലുള്ള ക്ഷീണം ഉണ്ടാക്കും. ഇനി ഒരു ഇലക്ഷൻ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു മറുപടി തായിബ് എർദോഗന് അനുഭവിക്കേണ്ടി വരും എന്നാണ് വിലയിരുത്തൽ. പാലസ്തീനിയൻ അതോറിറ്റിയിലുള്ള മെഹ്മൂദ് അബ്ബാസ് നയിക്കുന്ന ഫത്തേ പാർട്ടി പറഞ്ഞിരിക്കുന്നത്, ഈ ഹമാസ് എത്രയും വേഗം ഗാസയിൽ നിങ്ങളുടെ ഒരു റൂളിംഗ് അവസാനിപ്പിക്കണം. കാരണം നിങ്ങളുടെ റൂളിംഗ് കാരണം പാലസ്തീനിയൻ ജനതയ്ക്ക് സുരക്ഷാ പ്രശ്നമുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം നിങ്ങളുടെ ഒരു റൂളിംഗ് കൊണ്ടാണ് ഇസ്രായേൽ ഇങ്ങനെ കയറി അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എത്രയും വേഗം നിങ്ങളുടെ ഭരണം അവസാനിപ്പിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇവന്മാർ എന്ത് മണ്ടന്മാരാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എടാ, ഈ ഗാസ എത്ര കാലം കൊണ്ടാണ് ഈ ഹമാസ് അവിടെ ഉള്ളത്? ഫത്തേ പാർട്ടിക്ക് രാഷ്ട്രീയം കളിക്കാൻ കിട്ടിയ ഒരു അവസരമേ, വിചിത്രമായ ചിന്താഗതി. എടാ, നിങ്ങൾ ആദ്യം ആ ഒരു ബന്ദികളെ റിലീസ് ചെയ്യൂ, ബാക്കിയുള്ള മൃതശരീരങ്ങൾ നിങ്ങൾ ഇസ്രായേലിനെ ഏൽപ്പിക്കൂ, എന്നാലല്ലേ ഫർദർ ഡിസ്കഷൻസ് മുന്നോട്ട് പോവുള്ളൂ. ഇതല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലേ, മൊത്തത്തിൽ പറഞ്ഞാൽ ഇവന്മാർക്ക് ആർക്കും വിവരമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇതിന്റെ മുന്നുദാഹരണം. ഹമാസ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ ഗാസയിൽ ഞങ്ങളുടെ റൂളിംഗ് അവസാനിപ്പിക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഗാസയിലെ റൂളിംഗ് അവസാനിപ്പിക്കാനാണ്. ഗാസയിലെ റൂളിംഗ് അവസാനിപ്പിക്കാനല്ല നിങ്ങളടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങളെ ഗാസയിൽ നിന്ന് ഇറങ്ങിപ്പോകാനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ദിവസം ഇങ്ങനെ ഉരുട്ടി ഇവന്മാര് മാറ്റി മറിച്ച് ഇങ്ങനെ സംസാരിച്ച് നോക്കുകയാണ്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നേരിട്ട് അമേരിക്കയുമായിട്ടൊരു കണക്ഷൻ കൊണ്ടുവരാനുള്ള പദ്ധതി അതിനുവേണ്ടി ഏൽപ്പിച്ചിരിക്കുന്ന ആള് അഫ്ദൽ ഫത്ത LACC പുള്ളിയാണ് ഇപ്പൊ ഏൽപ്പിച്ചിരിക്കുന്നത്. പുള്ളി അമേരിക്കയിൽ സ്റ്റീവ് വിറ്റ്കോഫുമായിട്ട് സംസാരിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. എങ്ങനെയെങ്കിലും ഗാസയിൽ ഒരു യുദ്ധം നിർത്തി തരണം, IDF ട്രൂപ്പിനെ ഫുള്ളായിട്ട് വിഡ്രോ ചെയ്യിപ്പിക്കണം, ഞാൻ 5 ലക്ഷം ആൾക്കാരെ എടുക്കാം. അതായത് ഇയാൾ 5 ലക്ഷം ആൾക്കാരെ എടുക്കാം, അതിന് പകരം ഇസ്രായേലിന്റെ ട്രൂപ്പിനെ അവിടെ നിന്ന് പുറത്താക്കണം, അതുപോലെ തന്നെ ഗാസ റീകൺസ്ട്രക്ഷൻ ചെയ്യാനുള്ള പെർമിഷൻ എനിക്ക് തന്നെ തരണം. ഇതാണ് അഫ്ദൽ ഫത്ത LACCയുടെ ഇപ്പോഴത്തെ വാദം. ഇന്നലെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇന്നലെ ഞാൻ 5 ലക്ഷം പേരെ എടുക്കാന്നുള്ള പ്രഖ്യാപനമൊക്കെ വന്നു. അതിന്റെ പുറകെ 5 ലക്ഷം ഗാസക്കാരെ ഈജിപ്റ്റ് ഏറ്റെടുക്കും എന്നുള്ള വാഗ്ദാനം പറഞ്ഞിട്ട് നേരെ പോയത് സൗദി അറേബ്യയിലേക്കാണ്. അറബ് രാഷ്ട്രങ്ങളിലെ ലീഡേഴ്സിനെയൊക്കെ വിളിച്ചുകൂടി സംസാരിച്ചിട്ട്, എന്തായാലും നിങ്ങൾ 5 ലക്ഷം പേരെ എടുക്കുന്നെങ്കിൽ എടുത്തോ, പക്ഷെ അതിന്റെ കൂടെ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകൂ എന്നുള്ള രീതിയിൽ ഇസ്രായേലിലെ ട്രൂപ്സിനെ ഫുൾ ആയിട്ട് അവിടെ നിന്ന് പുറത്താക്കണം, ഇത് വീണ്ടും റീകൺസ്ട്രക്ഷൻ ചെയ്യാനുള്ള പെർമിഷൻ ഞങ്ങളുടെ പ്ലാൻ പ്രകാരം തന്നെ അംഗീകരിക്കണം, ഇങ്ങനെയുള്ള വാദങ്ങളുമായിട്ടൊക്കെ വന്നിരിക്കുകയാണ്. ഇത്
ഇതുമാർക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവരിങ്ങനെ തന്നെ സംസാരിക്കുള്ളൂ. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. ഇസ്രായേൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫേമിൽ തന്നെയാണ് നിൽക്കുന്നത്. അമേരിക്ക തന്നെ പറഞ്ഞാൽ പോലും ഇസ്രായേൽ കേൾക്കാൻ ഒരു രീതിയിലും സാധ്യതയില്ലാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. ഇസ്രായേൽ ഇപ്പൊ തന്നെ പറഞ്ഞിരിക്കുകയാണ്, സീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്ഥലങ്ങൾ. ഒരു സൈഡിൽ നിന്ന് അടിച്ചടിച്ച് വൃത്തിയാക്കി ക്യാപ്ചർ ചെയ്യാണ്. ഇനി പറഞ്ഞിരിക്കുന്ന പറഞ്ഞാൽ നിങ്ങൾ ബന്ദികളെ മൊത്തത്തിൽ വിട്ടുതരാണ്ട് നിങ്ങൾ ഗാസ എന്ന് പറഞ്ഞ ഒരു വാക്കിൽ ജി പോലും നിങ്ങൾ ഓർക്കണ്ട, നിങ്ങൾ അത് മറന്നേക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗാസ അനക്സേഷൻ ചെയ്യും എന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു ചെറിയ സ്ട്രിപ്പിനെ ഇസ്രായേൽ അനക്സ് ചെയ്യാൻ പോവാണ്. ഷിൻബെറ്റിന്റെ ചീഫായിട്ടുള്ള ഈ ഷിൻബെറ്റ് എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ഇന്റർണൽ ഇന്റലിജൻസ് യൂണിറ്റ് ആണ്. അതിന്റെ തലപ്പത്തിരിക്കുന്ന റോണൻ ബാർ ഷിൻബെറ്റിന്റെ ചീഫാണ്. ഷിൻബെറ്റിന്റെ ചീഫിനെ എടുത്ത് കളയണം എന്നാണ് വോട്ട് ചെയ്തിരിക്കുന്നത് 63%. ലാപ്പിഡ് എന്ന് പറഞ്ഞ ഓപ്പോസിറ്റ് പാർട്ടി ലീഡറാണ്. ലാപ്പിഡിന്റെ ആ ഒരു അനുയായികളായിട്ടുള്ള ഓപ്പോസിറ്റ് പാർട്ടിക്കാർ ഇതിനെ അത്ര രീതിയിലല്ല വെൽക്കം ചെയ്തത്. അപ്പൊ അവർ നല്ല രീതിയിലുള്ള പ്രൊട്ടസ്റ്റ് ഇസ്രായേലിന്റെ ഉള്ളിൽ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പൊ അത് ഒരു സിവിൽ വാറിലേക്ക് ഇസ്രായേലിന്റെ ഉള്ളിൽ നയിക്കുമോ എന്നുള്ള ഒരു കമന്റും കൂടെ അവിടെ വരുന്നുണ്ട്. ആ ഒരു വിഷയത്തിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് സിവിൽ വാറും ഒന്നും ഇവിടെ ഇസ്രായേലിന്റെ ഉള്ളിൽ ഒന്നും വരാൻ പോകുന്നില്ല, ഇത് ഇസ്രായേലിന്റെ കംപ്ലീറ്റ്ലി ഇന്റർണൽ ഇഷ്യൂ ആണ്. ഇത് മറ്റുള്ളവരുടെ പ്രേരണ കൊണ്ട് തേർഡ് പാർട്ടി കുറച്ച് അറബ്സ് ഉണ്ട് ഇസ്രായേലിന്റെ ഉള്ളിൽ, പാലസ്തീനികളെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് അറബ്സ് ഉണ്ട്. ചില ആൾക്കാർ ചില വോട്ട് ബാങ്കിന്റെ ഭാഗമായിട്ടും ഈ പ്രവർത്തികളൊക്കെ മുന്നോട്ട് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. നെതന്യാഹു വളരെ ശക്തമായിട്ട് തന്നെ ഇതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. ഈ ഇസ്രായേലിന്റെ ഇന്റർണൽ വിഷയങ്ങളെ കുറിച്ച് ആരും വലിയ രീതിയിൽ ബോധപ്പെടാവണ്ട, അതും ഈ ഗാസയിൽ എക്സ്റ്റേണൽ ആയിട്ട് നടക്കുന്ന വിഷയങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻഫാക്ട് ഷിൻബെറ്റ് എന്ന് പറയുന്നത് തന്നെ ഇസ്രായേലിന്റെ ഇന്റർണൽ ഇന്റലിജൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് അതുമായിട്ട് നിങ്ങൾ ആരും ബോധപ്പെടാവേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഹൂത്തീസിന്റെ കോമഡി എന്ന് തന്നെ പറയേണ്ടി വരും. ഹൂത്തീസ് ബെൻഗുരിയൻ എയർപോർട്ടിനെ ചൊല്ലി ഈ വാർത്തയിൽ ബെൻഗുരിയൻ എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു 25ാമത്തെ വാർത്തയാണ് ഞാനിപ്പോൾ ഇത് കാണുന്നത്. ഇപ്പൊ ഒന്നല്ല, ഇത് പണ്ട് തൊട്ടേ ആദ്യം തൊട്ടേ ഹൂത്തികൾ ആക്രമണം നടത്തുമ്പോഴത്തേക്ക് ഇസ്രായേലിനുള്ളിൽ ഒരു ബെൻഗുരിയൻ എയർപോർട്ട് ഞങ്ങൾ ബെൻഗുരിയൻ എയർപോർട്ടിനെ അറ്റാക്ക് ചെയ്തു. വളരെ ലേറ്റസ്റ്റ്, ഞാൻ ഈ വാർത്ത എടുക്കുന്നതിന്റെ ഒരു 15 മിനിറ്റിന് മുമ്പ് എങ്ങാണ്ട് പബ്ലിഷ് ചെയ്ത ഒരു ന്യൂസ് ആണിത്. പറഞ്ഞിരിക്കുകയാണ്, ബെൻഗുരിയൻ എയർപോർട്ട് ഞങ്ങളുടെ നിരീക്ഷണത്തിൽ തന്നെ ഉണ്ട്, അത് എപ്പോഴും ഒരു ഭീഷണിയിൽ തന്നെയാണ്, ഞങ്ങളുടെ ആക്രമണം ഏത് നേരത്തെ അവിടെ വന്നേക്കാം. അപ്പൊ ഇത്രയും നാൾ നിങ്ങൾ ബെൻഗുരിയൻ എയർപോർട്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഫേക്ക് ന്യൂസ് അടിച്ചു വിട്ടതിൽ നിന്നും നിങ്ങൾ ആരും മിസൈലൊന്നും വിട്ടിട്ടില്ലേ? ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യോമാരുടെ ഫേക്ക് നറേറ്റീവ്സ്, ഇങ്ങനെ ഫേക്ക് നറേറ്റീവ്സ് സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും രീതിയിൽ വാർത്തകൾ മാറ്റി മറിച്ചും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് യോമാർ ഫേക്ക് നറേറ്റീവ് സെറ്റ് ചെയ്യുന്നത്. ഇപ്പോഴും യോമാർ ബെൻഗുരിയൻ എയർപോർട്ട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബെൻഗുരിയൻ എയർപോർട്ടിൽ ഇസ്രായേലിന്റെ ഫ്ലൈറ്റുകൾ നല്ല രീതിയിൽ സർവീസ് നടത്തി പോകുന്നുണ്ട്. ഏറ്റവും കൂടുതൽ റവന്യൂ ഉണ്ടാക്കിയത് ഇസ്രായേലിന്റെ ഉള്ളിൽ ഇത്തവണ ഈ ഇസ്രായേലിന്റെ ഫ്ലൈറ്റുകളാണ്. അതായത് നോർമൽ യാത്രക്കാർ യാത്ര ചെയ്യുന്ന യാത്രാ വിമാനങ്ങൾ, അവരാണ് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കിയത്, റവന്യൂ. കാരണം വേറെ രാജ്യങ്ങളിലുള്ള ഫ്ലൈറ്റുകളൊന്നും അവിടെ സർവീസ് നടത്തിയില്ല. അപ്പൊ അതുകൊണ്ട് ഇസ്രായേലിന്റെ നാഷണൽ ഫ്ലൈറ്റ് മാത്രമാണ് അവിടെ സർവീസ് നടത്തിയത്. അതുകൊണ്ട് അവർക്ക് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ പറ്റിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ടാണ് ഇപ്പോഴും ഹൂത്തികൾ ബെൻഗുരിയൻ എയർപോർട്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യോമാരൊക്കെ പക്ക യൂസ്ലെസ് ആയിട്ടുള്ള ആൾക്കാരാണ്. എവിടെയെങ്കിലും ആരെങ്കിലും പാവത്താനെ പോലെ ഇരിക്കുന്നെങ്കിൽ അവരുടെ മേളിൽ, അതായത് മെർച്ചന്റ് ഷിപ്പുകളുടെ ഭാഗത്ത് നിന്ന് തിരിച്ചടിക്കാനുള്ള യാതൊരു വകുപ്പില്ല. കാരണം അത് മൊത്തം കണ്ടെയ്നറുകളാണ്, അതിനകത്ത് മിസൈൽ കപ്പാസിറ്റി ഒന്നും അതിനകത്തില്ല. അപ്പൊ അങ്ങനത്തെ ഷിപ്പുകളെയൊക്കെ ഇവർക്ക് പോയി ആക്രമിക്കാം, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇവർക്ക് പറയാം, ഞങ്ങൾ ഈ ഷിപ്പിനെ ഞങ്ങൾ പിടിച്ചെടുത്തു. അതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേരളത്തിൽ കുറെ മലയാളി ഹൂത്തികൾ അവർ കണ്ടോ, ഇങ്ങനെ യമനില് ഹൂത്തികൾ ഷിപ്പ് പിടിച്ചെടുത്തു, അമേരിക്കയുടെ മെർച്ചന്റ് ഷിപ്പ് എടുത്തു. ഇതൊക്കെ ഇങ്ങനെയൊക്കെ വീരവാദം അടിക്കുന്നുണ്ട്. ആദ്യം ഫാക്ട് മനസ്സിലാക്കുക, ഈ മെർച്ചന്റ് ഷിപ്പ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇങ്ങനെ പ്രതിരോധിക്കാനുള്ള ഒരു സംവിധാനവും ഇല്ല എന്നുള്ളതാണ്. ആ പാവത്താനെ പോലുള്ള ആൾക്കാർ ഒരു 10, 27, 30 ക്രൂ മെമ്പേഴ്സും അതിനോടൊപ്പം കുറെ കണ്ടെയ്നേഴ്സും പൊയ്ക്കൊണ്ടിരിക്കുന്ന ഷിപ്പുകളെയൊക്കെ പോയിട്ട് ആക്രമിച്ചിട്ടാണ് ഈ വക വീരവാദമൊക്കെ ഇവ മുഴക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇതാ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് അമേരിക്ക അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ്, അവിടെ തകർത്തടിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് നിവർത്തിയില്ലാത്ത രീതിയിലുള്ള അറ്റാക്ക്, തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത രീതിയിലുള്ള അറ്റാക്ക്, ഹൂത്തികൾ മൊത്തം തകർന്നടിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് ആക്രമണം നടക്കുന്നത്. ഒരു വാർത്തകൾ പോലും പ്രോപ്പറായിട്ട് വെളിയിൽ വരുന്നില്ല, ആ രീതിയിലുള്ള ആക്രമണമാണ് അവിടെ നടക്കുന്നത്. എന്നിട്ട് ഇപ്പൊ നോക്ക്, ഒരു രീതിയിലുള്ള അനക്കവും മിണ്ടാട്ടവും ഒന്നുമില്ല. ഇപ്പോഴും ഞങ്ങളുടെ പ്ലാൻ മെർച്ചന്റ് ഷിപ്പുകളെ ആക്രമിക്കും എന്ന് തന്നെയാണെന്ന് ഉറച്ച് പറഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. അടി കിട്ടിക്കൊണ്ടേയിരിക്കും. നോർത്ത് സൈനായ് പെനിൻസുലയിലാണ് ഈജിപ്റ്റ് ഈ ഗാസക്കാരെ കൊണ്ട് താമസിപ്പിക്കാന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അത് എത്രയും വേഗം ആകട്ടെ, പിന്നെ എന്തിനാണ് കിടന്ന് നെഗോഷിയേറ്റ് ചെയ്യുന്നത്? ഈജിപ്തിന് ഇതിനകത്ത് നെഗോഷിയേറ്റ് ചെയ്യാനുള്ള യാതൊരു റൈറ്റ്സും ഇല്ല എന്നുള്ളതാണ്. അവർ എത്രയും വേഗം ഈ ആൾക്കാർ അവിടെ നിന്ന് ഇറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. റഫ ബോർഡർ ഒക്കെ തുറന്നു വെച്ചിരിക്കുകയാണ്. നേരെ പോവുക, അവിടെ പോയി താമസിക്കുക മരുഭൂമിയിൽ, ഒരു പ്രശ്നമില്ല. ഈ ടെന്റ്, ഇവിടെ അടിക്കുന്ന ടെന്റ് ഇതും മരുഭൂമിയാണ്, അതും മരുഭൂമിയാണ്. അപ്പൊ ഇവിടെ അടിക്കുന്ന ടെന്റ് അവിടെ അടിച്ചാൽ മതി, അത്രയേ ഉള്ളൂ. ഈജിപ്തിന് വന്ന നഷ്ടമേ. ഒരു കാര്യം ആദ്യം മനസ്സിലാക്കണം, ഇസ്രായേൽ സൈൻ ചെയ്തത് ടെമ്പററി സീസ് ഫയർ ആണ്. ഈ താൽക്കാലിക വെടിനിർത്തലിൽ തന്നെ യുവമാരുടെ ആരാണ് പറഞ്ഞത് ഈ ഗാസയ്ക്കുള്ളിൽ നേരെ കയറി വന്ന് ടെന്റ് അടിച്ച് താമസിക്കാൻ? ഈ 42 ദിവസം എന്ന് പറഞ്ഞാൽ 42 ദിവസം 42 ദിവസം എന്ന് പറഞ്ഞാൽ മര്യാദയ്ക്ക് ഈ ഒരു ബന്ദികളെയൊക്കെ വിട്ടുകൊടുത്തിട്ട് കുറച്ച് ടൈം ലൈൻ എടുത്ത് എങ്ങനെയാണ് ഈ ഒരു യുദ്ധം റീസെറ്റിൽ വരുന്നത് എന്നുള്ള നിലയിൽ ഒന്ന് ആലോചിച്ചിട്ടല്ലേ നമ്മൾ ഈ ഒരു യുദ്ധമുഖത്ത് കയറി പോയി താമസിക്കുക. അപ്പൊ അതിന്റെ ഇടയ്ക്ക്
വെടിനിർത്തി എന്ന് പറഞ്ഞ ഉടനെ തന്നെ യവന്മാര് അന്നത്തെ ഒരു ജനക്കൂട്ടം കാണണമായിരുന്നു ആ ഒരു റോഡിൽ. ചെറിയൊരു റോഡ് ഗാസ സ്ട്രിപ്പിൽ, ആ ഒരു സ്ട്രീറ്റ് റോഡിൽ മൊത്തം തിങ്ങി നിറഞ്ഞു പോവുക. ക്യാമറ എടുക്കാണ്, ക്യാമറ എടുത്ത് വീഡിയോ എടുത്ത് ഫോട്ടോ എടുത്ത് വെളിയിൽ വിടാണ്. ഞാനൊരു കാര്യം, ഒരുത്തൻ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടുകയാണ്. അതായത് ഒരു കുഴപ്പമില്ലാത്ത കുഞ്ഞ്, ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടുകയാണ്. ചുറ്റിലും ക്യാമറകളാണ്. ക്യാമറ എന്ന് പറഞ്ഞാൽ വല്ല മീഡിയ ക്യാമറ അല്ല, ഈ ഗാസയ്ക്കുള്ളിലുള്ള ഈ ഗാസക്കാർ തന്നെയാണ് ഈ ഷൂട്ട് ചെയ്യുന്നത്. ഇത് ഷൂട്ട് ചെയ്ത് അവർക്ക് മിഡിൽ ഈസ്റ്റ് ഐ എന്നൊക്കെ പറഞ്ഞൊക്കെ ചാനലുണ്ട്, അതിനകത്തൊക്കെ അങ്ങ് ഇടുകയാണ്. ഇവർ ഇത്രയും ഹൈ ക്വാളിറ്റിയിൽ ഷൂട്ട് ചെയ്താണ് റീൽസ്, ട്രോൾസ്, ഇതിലൊക്കെ പല രീതിയിലുള്ള പെരുമാറ്റങ്ങളാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വെറും ഫേക്ക് നറേറ്റീവ് വീഡിയോസ് ഒരുപാട് വരുന്നുണ്ട് ഈ ഗാസയ്ക്കുള്ളിൽ നിന്ന് തന്നെയാണ്. കാരണം അല്ലെങ്കിൽ ഈ കുട്ടികളെ നമുക്കറിയാലോ കാണുമ്പോഴത്തേക്കും, ഓക്കെ ഈ കുട്ടി അഫക്റ്റഡ് ആണ്, ഈ കുട്ടി അഫക്റ്റഡ് അല്ല എന്നുള്ളത്. അപ്പൊ അവർ കുറെ ഫേക്ക് വീഡിയോസ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് സിമ്പതി ക്രിയേറ്റ് ചെയ്യാൻ പാകത്തിലുള്ള ചില വീഡിയോസ് ഇവരെ തന്നെ ക്രിയേറ്റ് ചെയ്യാണ്. അങ്ങനത്തെ കുറെ ക്രിയേറ്റേഴ്സ് ഉണ്ട്. അമേരിക്കയുടെ സ്റ്റീവ് വിറ്റ്കോഫുമായിട്ട് ഈജിപ്റ്റ് സംസാരിച്ചു. അപ്പം അവിടെ നിന്ന് കിട്ടിയ മറുപടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹമാസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഹമാസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോഴത്തേക്കും ഹമാസിന്റെ അടുത്ത് നിന്ന് ഇതുവരെ ഈ ഗാസക്കാരെ മാറ്റിപ്പാർപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു തീരുമാനവും വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇവർ പ്രൊപ്പോസൽ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഈജിപ്റ്റ്, ഇതുവരെ ഹമാസ് ഒരു തീരുമാനവും പറഞ്ഞിട്ടില്ല. അതായത് ഈ ഞങ്ങൾ 5 ലക്ഷം പേരെ ഈജിപ്റ്റ് എടുക്കാന്ന് പറഞ്ഞല്ലോ, അതിനെ അനുകൂലിച്ചോ അല്ലെങ്കിൽ അതിനെ എതിർത്തോ ഒരു രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റും ഹമാസിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. ഇതാണ് ഏറ്റവും വലിയ വിചിത്രമായിട്ടുള്ള നടപടി. സിറിയയിലെ HTS മൈനോറിറ്റികൾക്കെതിരെ ലഡാക്കിയ ഭാഗത്ത് 72 ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇത് എയർ സ്ട്രൈക്ക് ഒന്നുമല്ല, 72 സ്ഥലങ്ങളിലുള്ള ആൾക്കാരെ ഇവര് വെടിവെച്ച് കൊന്നിരിക്കുകയാണ്. ഇതിനൊരു അന്ത്യം ഇല്ല. അത് HTS എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പോഴേ അറിയാം, ഇതൊരു തീവ്രവാദ സംഘടനയാണ്, അവർക്കാണ് ഈ കസേര കൊടുക്കുന്നത്. ഇത് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ചെയ്ത ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് ആയിട്ട് മാറും, ചരിത്രത്തിൽ അങ്ങനെ തന്നെ കുറിക്കപ്പെടും എന്നുള്ളതാണ് എൻ്റെ ഒരു ബലമായ നിഗമനം. അമേരിക്ക യമന്റെ ഉള്ളിൽ ആക്രമണം നടത്തുന്നുണ്ട്. അതിൽ സാദാ എന്ന് പറഞ്ഞ ഭാഗത്താണ് ഇന്നലത്തെ ആക്രമണം മൊത്തം നടന്നത്. ശരിക്കും തകൃതിയായിട്ട് അടിച്ച് പിറക്കി തൂത്തുവാരി കളഞ്ഞിട്ടുണ്ട്. ഇത് ഡെയിലി ഓരോ സ്ഥലങ്ങളും ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ യമൻ ഒരു പ്രത്യേക ഒരു ലാൻഡ്സ്കേപ്പാണ്. അപ്പൊ ഇതിൽ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ യമന്റെ മെജോറിറ്റി പോർഷൻസ് ആയിട്ടുള്ള ബാക്കിയുള്ള മലനിരകളിൽ മൊത്തം സുന്നികളാണ് താമസിക്കുന്നത്. അപ്പൊ ഇവർക്ക് ഈ ഒരു ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഈ ഒരു സനായുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു റെഡ് സീയുമായിട്ട് കിടക്കുന്ന ഈ ഒരു ഓപ്പൺ ഏരിയ, ഈ സൈഡിലാണ് ഈ ഹുദൈബ പോർട്ട് എന്നൊക്കെ കാണിക്കുന്ന ഈ ലൊക്കേഷൻ മാപ്പിൽ കാണിക്കുന്ന ഈ ഒരു സ്ഥലത്താണ് ഈ ഒരു ഷിയ വകുപ്പിൽപ്പെട്ട ഈ ഒരു അൻസറുള്ള ആൾക്കാർ താമസിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവർക്ക് ഈ ഒരു മേഖലയിലാണ് ഇവർ കൂടുതൽ കൺസിസ്റ്റന്റ് ആയിട്ട് താമസിക്കുന്ന, കുറച്ച് ഡെൻസിറ്റി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെയാണ് താമസിക്കുന്നത്. അപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ ഈ സന എന്ന് പറഞ്ഞ തലസ്ഥാനം ഇവരുടെ കസ്റ്റഡിയിലാണ്. ഭരണകൂടവുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് ഓഫീസുകളും എല്ലാം ഉള്ളത് ഈ ഒരു സന സിറ്റിയിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ നിർണായകമായിട്ട് ഈ ഒരു ഷിയാക്കളുടെ ഏറ്റവും നിർണായകമായിട്ട് ഈ ഒരു സ്ഥലം യമൻ എന്ന് പറഞ്ഞത് ഷിയാക്കളുടെ കയ്യിൽ പോയതായിട്ട് തന്നെ നമുക്ക് വിലയിരുത്താൻ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആക്രമണം ഈ ഭാഗത്ത് നടക്കുന്നത്. അപ്പൊ എന്തായാലും ഇവർ സന ഉൾപ്പെടെയുള്ള ഈ സദാ, ഈ ഹുദൈബ, ഈ ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഈ തീവ്രവാദികളായിട്ടുള്ള ഹൂത്തികളുടെ മൊത്ത താവളം ഫോക്കസ് ചെയ്ത് ആക്രമണം നടത്തുന്നത്. കഴിഞ്ഞ 48 മണിക്കൂറിൽ ഗാസയ്ക്കുള്ളിൽ 130 ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് വാർത്ത. 130. പിന്നെ ഒബ്വിയസ്ലി ഞാൻ കൂട്ടിച്ചേർക്കുന്നില്ല, സ്ത്രീകളും കുട്ടികളും എന്നാണ് അവർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഒരു ഹമാസ് പോലും മരിച്ചിട്ടില്ല എന്നുള്ളതാണ് അവരുടെ വാദം. പക്ഷേ ഇസ്രായേലിന്റെ സൈഡിൽ ഫുൾ 130 തീവ്രവാദികൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഇന്ന് ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന വിഷയങ്ങളാണ്. ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ, അതായത് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ഇന്ന് ഹാൻഡ് ഓവർ കൊടുത്തല്ലോ ട്രംപ് അഡ്മിനിസ്ട്രേഷന്. അപ്പൊ ആ ഹാൻഡ് ഓവർ ബൈഡൻ, കമല ഹാരിസ്, ഹിലറി ക്ലിന്റൺ, ഈ 3 പേരുടെ പേരിലും ഇവർ കൊടുത്ത ഹാൻഡ് ഓവർ ഡൊണാൾഡ് ട്രംപ് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അവരെ ആ രീതിയിൽ വീണ്ടും അവർക്ക് വൈറ്റ് ഹൗസിൽ വന്നിട്ട് ചില വിഷയങ്ങളിൽ ക്ലാരിറ്റി കൊടുത്ത് ഹാൻഡ് ഓവർ കൊടുക്കേണ്ടി വരും. വീണ്ടും ഹാൻഡ് ഓവർ ശരിയായില്ല എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തുമ്പോഴത്തേക്കും അവർക്ക് ഒന്നെങ്കിൽ കോടതി ത്രൂ പോവാം, അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് വൈറ്റ് ഹൗസിലേക്ക് തന്നെ മടങ്ങി വന്ന് അവർക്ക് എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ട് അവർക്ക് അതിന്റെ കൃത്യമായ എക്സ്പ്ലനേഷൻസ് കൊടുക്കാം. അപ്പൊ എന്തായാലും എങ്ങനെയാണ് ഈ ഒരു കേസ് മാറി തിരിഞ്ഞ് വരാൻ പോകുന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. ഇവര് ഡെമോക്രറ്റുകളാണ്. അപ്പൊ ആ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരും കൂടെ ഇനി ആലോചിച്ചിട്ട് വേണം ഇതിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാവാൻ പോകുന്നത്. പിന്നെ സ്റ്റീവ് വിറ്റ്കോഫ് പറഞ്ഞിരിക്കുന്നത് ഈ റഷ്യയുടെ വിഷയത്തിൽ യൂറോപ്യൻസ് ഇത്രമാത്രം കൺസേൺ കാണിക്കേണ്ട ആവശ്യമില്ല, ഇതൊക്കെ ഓവർ കൺസേൺ ആയിട്ടാണ് പിന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത്. കാര്യം എത്രയോ കാലം റഷ്യ, അവിടെ ഏത് യൂറോപ്യൻ രാജ്യത്തിനെയാണ് റഷ്യ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയത്? അപ്പൊ അതുകൊണ്ട് ഈ രീതിയിലുള്ള അനോണിമസ് ആയിട്ടുള്ള ഒരു വാർ സിറ്റുവേഷനോ അല്ലെങ്കിൽ ഒരു ത്രെട്ടോ അല്ലെങ്കിൽ ഒരു ഭീതിയോ നിങ്ങൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. 100% റഷ്യ യൂറോപ്യൻ കൺട്രീസിനെ ആക്രമിക്കാൻ പോകുന്നില്ല എന്നുള്ള ഒരു വാഗ്ദാനം എന്നുള്ള നിലയിലാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് സ്റ്റീവ് വിറ്റ്കോഫ് പറഞ്ഞിരിക്കുന്നത്. 100% പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് ഇതൊക്കെ റഷ്യയുടെയും അമേരിക്കയുടെയും ബാക്ക്ഡോർ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്ന കാര്യങ്ങളുടെ ഫലമായിട്ടാണ് ഇപ്പം ഈ ഒരു സ്റ്റീവ് വിറ്റ്കോഫ് 100% അഷുറൻസ് ഒക്കെ റഷ്യക്ക് കൊടുക്കുന്നത്. പക്ഷെ നാളെ റഷ്യ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പ്രൊവോക്കേഷൻ, ഡിപ്ലോമാറ്റിക്കലി നമ്മൾ അങ്ങനെ ഉറപ്പ് കൊടുക്കരുത് എന്നുള്ളതാണ് കേട്ടോ.
അതാണ് ശരിക്കുള്ള കാര്യം. കാരണം ഏതെങ്കിലും രീതിയിൽ ഒരു പ്രൊവോക്കേഷൻ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റഷ്യ അറ്റാക്ക് ചെയ്യില്ലേ? 100% ചെയ്യും. ഏതെങ്കിലും ഒരു രാജ്യത്ത് നിന്ന് ഇവര് റഷ്യയെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉക്രൈനിലെ സെലൻസ്കി, സ്റ്റാർമർ, മാക്രോൺ ഇവരൊക്കെ ചേർന്നിട്ട് പർപ്പസ്ഫുള്ളി ഒരു പ്രൊവോക്കേഷൻ നടത്തി കഴിഞ്ഞാൽ ഒരു ചെറിയ യൂറോപ്യൻ രാജ്യത്ത് നിന്ന് കരുതിക്കൂട്ടി ഒരു ആക്രമണം നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റഷ്യ തിരിച്ചടിക്കും. അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിൽ US ഇങ്ങനെയുള്ള റിസ്ക് ഒക്കെ എടുക്കണോ എന്നുള്ളത് US-ന്റെ ഡിപ്ലോമസി ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് ഇതിനൊക്കെ തീരുമാനിക്കേണ്ടത്. നീ എടുത്തു ചാടി ഒരു യുദ്ധം നിർത്താൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള മണ്ടത്തരങ്ങൾ വിളിച്ച് പറയാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ ഉടനീളം ഈ വാർത്ത മോണിറ്റർ ചെയ്തപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെയൊന്നും മറ്റൊരു രാജ്യത്തിന് വേണ്ടിയിട്ട് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ഒരു അഷുറൻസ് കൊടുക്കേണ്ടതില്ല. ചൈന പൊതുവിൽ തായ്വാൻ ഒരു ഭീഷണിയാണ്. 42 ഡിസ്ട്രോയർ ഷിപ്പ് ഫ്ലീറ്റുകൾ ഈ തായ്വാൻ സ്ട്രേറ്റിലൂടെ കൊണ്ടുപോയിട്ട് തായ്വാനെ ചുറ്റി ഒരു ഭീഷണി മുഴക്കിയിട്ടുണ്ട് ചൈന. തായ്വാൻ ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. ഇത് പാടില്ല എന്നുള്ളത്. തീർച്ചയായിട്ടും US-ഉമായിട്ട് ഇതിനെ ചേർന്ന് ഡിസ്കസ് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.